എല്ലാ പ്രിയ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങളെ ഒരു പുതിയ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം വാങ്ങാൻ പോവുകയാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്ക് പറ്റിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പരാജയമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആ ഒരു പരാജയം എന്തായാലും നമ്മൾ അവസാനം പരിഹരിച്ചിട്ടുണ്ട്. 48 വോൾട്ട് വരുന്ന ഒരു ലിഥിയം ബാറ്ററി പാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3.2 വോൾട്ട് 16 സെല്ല്, അതും 230 AH വരുന്ന ലിഥിയം സെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള BMS ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ബോക്സ് നിർമ്മാണത്തിനെ കുറിച്ചും അതിൽ നമുക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. 100 AH ബോക്സ് അടിക്കുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ 230 AH ബോക്സ് അടിക്കാനും കൊടുത്തത്. അളവൊക്കെ കുറച്ച് മാറ്റി എന്ന് മാത്രം. പക്ഷേങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനും അവിടെ ഈ പെട്ടി ഉണ്ടാക്കുന്നവരുടെ ഒരു സെറ്റപ്പും വെച്ചിട്ട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് അവസാനം നമുക്ക് സെല്ല് കംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ നടക്കുന്നില്ല. സെല്ല് നമ്മളുണ്ടല്ലോ എപ്പോഴും കംപ്രസ് ചെയ്ത് പക്കയാക്കി വെച്ചില്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും സെല്ല് നമ്മളെ പവർ ബാങ്കിൻ്റെ സെല്ലിനെ കൂട്ട് വീർത്ത് വന്ന് അത് ഉപയോഗശൂന്യമായിട്ട് പോകും. ഒരുപാട് സെല്ലുകളെ കൂട്ടിച്ചേർത്ത് വെച്ചാണ് നമ്മൾ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സെല്ലുകൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം അത് ബൾജായി പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കംപ്രസ് ചെയ്യണം. അതിനായിട്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ഒരു ബോക്സ് അടിച്ചെടുത്തത് നമ്മുടെ ഇൻവെർട്ടറൊക്കെ അടിക്കുന്ന ആ ഒരു തകിട് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കനം കുറവായതുകൊണ്ടും പിന്നെയാണെങ്കിൽ ബലത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും നമ്മൾ അവിടെ ചാനൽസൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എങ്കിൽ അത് അത്ര നല്ല ഒരു സെറ്റപ്പായിട്ട് കിട്ടിയില്ല. ഈ ബോക്സ് ഉണ്ടാക്കുന്ന സ്ഥലവും എൻ്റെ വീടും തമ്മിൽ ഒരു 55 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതവിടെ പോയി നോക്കാനൊന്നും പറ്റിയില്ല. അടിച്ച് കിട്ടി നമ്മൾ സാധനം വീട്ടിൽ കൊണ്ടുവന്നു. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സെല്ലൊക്കെ പറക്കി വെച്ചിട്ട് ഈ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ സെല്ല് നമ്മൾ അവസാനം കംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. ഇതിനകത്ത് നമ്മൾ ടൈറ്റ് ആക്കുമ്പോൾ ഈ ബാക്ക് സൈഡിൽ ഇവർ വെച്ച ഈ ഒരു സംഭവം അത്ര സെറ്റപ്പായില്ല. അവിടെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. പക്ഷേങ്കിൽ ഇവർ ഒറ്റ ചാനലടിച്ച് അവിടെ കോളാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഈ ഒരു ചാനലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് അവിടെ പെയിൻ്റ് അടിച്ചു. എന്നിട്ടാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ വാങ്ങി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു തകിട് പുറത്തും വെച്ചിട്ട് അതുമണ ഒരു തകിട് ഇതിൻ്റെ ഉള്ളിലും വെച്ചിട്ടാണ് ഇനി സെല്ല് വെക്കാൻ പോകുന്നത്. അതിൻ്റെ പണിയിലാണ് ഇപ്പം നടക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ ഇത് എങ്ങനെ കംപ്രസ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോഴേ ഈ രീതിയിൽ നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു തകിട് അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് വെക്കണം. ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഇരുമ്പ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. പലക ഉപയോഗിച്ചിട്ട് തടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പേര് നല്ല കട്ടിയുള്ള നല്ല സൂപ്പർ കാതലൊക്കെ ഉള്ള തടിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. നിങ്ങൾ ചെയ്യുമ്പോൾ സെല്ല് നല്ല പക്കയായിട്ട് ടൈറ്റായിട്ട് വെക്കണം. അത് തീരെ കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ഒന്നും ഉപയോഗിക്കരുത്. ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ലൊരു കട്ടി നമ്മൾ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാലും കാലുകൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാലും വളയത്തില്ലാത്ത രീതിയിലുള്ള നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം. കംപ്രസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഈ പെട്ടി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അത് നമ്മൾ ഈ രീതിയിൽ അതിൻ്റെ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഏതാണ്ട് ഒരു 1.5 മാസമായി ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നടന്നിട്ട് ഇപ്പോഴും പെട്ടി ഉണ്ടാക്കി കഴിഞ്ഞില്ല. അതാണ് അവസ്ഥ. ഈ ഒരു പെട്ടിക്ക് തന്നെ ഇപ്പം നമുക്കാണെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ ചിലവ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതല്ല, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ 2-3 ദിവസം ഇതിൻ്റെ പുറകെ തന്നെ നടന്നു. പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ സംഭവങ്ങൾ പിന്നീട് അന്വേഷിച്ച് നടന്നു. അങ്ങനെ സമയമൊക്കെ ഒരുപാട് പോയി. ഏതാണ്ട് ഇപ്പോൾ എത്ര നാളായി ഒരു പെട്ടി തന്നെ നമ്മൾ ഇതായിട്ട് സെറ്റപ്പാക്കി കഴിഞ്ഞിട്ടില്ല.
നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചില്ലെങ്കിലേ പിന്നെ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം സെറ്റപ്പ് ആക്കാൻ വേണ്ടി തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ വാങ്ങി ഈ മെറ്റലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും കംപ്രസ് ചെയ്യണ വീഡിയോ ആയിട്ട് ഇനി ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.